ചായ. നമ്മടെ അളിയനാണല്ലോ പോണത്. മാമോ അളിയൻ എന്താ ഈ കുതിര കുതിക്കണമല്ലോ പോണത്? ഇവിടെ വാ, ഒരു അത്യാവശ്യ കാര്യണ്ട്. ഇച്ചൊരു പൊടിക്കടങ്ങ്. എന്താന്ന് വെച്ച വിവരം പറ. എന്താണ് അളിയ പ്രശ്നം? പറ. എന്താണ് പറ. ആ സെയ്താരുടെ മോല്ലേ നസീർ, പീഡിയക്കാരൻ. ഓന് ഞരമ്പിന്റെ അസുഖം തോന്നുന്നു. ഓനോട് 2 വാക്ക് വർത്താനം ഈ ബടി നിൽക്കണ്ട. വാ. ഈ പത്തിരി നിങ്ങൾ പൊടിഞ്ഞു വെച്ചോളി, നമ്മൾ വന്നിട്ട് കഴിക്കാം. ഒരു ഞരമ്പിന്റെ പ്രശ്നം തീർക്കാനുണ്ട്. മാമു പത്തിരി മുയിക്കിന് തിന്നാണ്ടാണല്ലോ പോണത്. അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഗുലുമാലായ പ്രശ്നമുണ്ട്. എന്താണല്ലേ പ്രശ്നം? നമ്മളോട് പറഞ്ഞോ, ഞാൻ പറഞ്ഞുതരാം. ഓ സൗദയ്ക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സൗദക്കോൺ കത്ത് കൊടുത്തെന്നാ? അവൻ അങ്ങനത്തെ സ്വഭാവം ഉണ്ടാ? എന്താ ചോദിച്ചിട്ട് എന്റെ ബാക്കിയാലും ആദ്യം വന്നേ. ചോദിക്കളിയാ മോള് സൗദക്ക് ലെറ്റർ കൊടുക്കാൻ നീ ആരുടെ പോസ്റ്റ്മാനാ? അടിയളിയാ അടി. എന്താണ് മൊല്ലാക്ക നിനക്ക് ഭ്രാന്തായ? ഈ ചെക്കൻ എങ്ങനെ ഇട്ട് തല്ല? സൗദ ആരാന്ന് അങ്ങോട്ട് വിചാരം? നമ്മുടെ പെങ്ങളുടെ മോള, അതുകൊണ്ട് ചോദിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. ഇച്ചൊരു പൊടിക്കടങ്ങേട്ടാ. എന്താണ് പ്രശ്നം നസീറെ? അത് എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാ, തീർത്തും തെറ്റ്. മൊല്ലാക്കയുടെ മോള് ഒരു ദീനിയായ കുട്ടിയായതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണ്. ചിട്ടയുള്ള കുട്ടിയാ അവള്. ഈ മധുഹോതി നമ്മളെ മയക്കണ്ട. മൊല്ലാക്ക, നിങ്ങൾ വീട്ടിൽ പോയി. ഞാനല്ലേ പറയുന്നത്, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചെല്ലും. ഞാൻ എന്താ നസീറെ ഇതൊക്കെ? നസീറെ ഒരു പൊടിക്കടങ്ങിക്കോട്ടാ. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഓക്കെ ഓക്കെ. അളിയനൊരു പൊടിക്കടങ്ങ്. നമുക്ക് മലപ്പുറത്ത് നിന്ന് ചെക്കന്മാരെ വിളിച്ച് അടുപ്പിച്ചാലാ. കായിന്റെ കാര്യം അളിയൻ പ്രശ്നമൊക്കണ്ട, അത് നമ്മള് കൊടുക്കില്ല. അളിയൻ കൊടുത്താ മതി. എന്തേ അളിയൻ പറയണ കേക്ക്. ഇതെന്തടങ്ങേരുത്. അല്ലാന്ന് എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല. ഇച്ചു കുടിക്കാനൊരു ചായ ഇട്. വയറ് കാണുന്നു, തിന്നാനും എന്തിലായിക്കോട്ടെ. ചായയും കടയും പിന്നെ എടുക്കാം. അവിടെ എന്തുണ്ടായി? നിങ്ങൾ അവനെ തല്ലിയോ? ആ, കടയിലത്തിരി പ്രശ്നം ഉണ്ടായി. പിന്നെ അവൻ പറയാ സൗദി ഇഷ്ടാണെന്ന്. കല്യാണം കഴിക്കാൻ തയ്യാറാണത്രേ. മോളുടെ സ്വഭാവം ചിട്ടയും കണ്ടത്ര ഇഷ്ടപ്പെട്ടത്. മോന്തക്കെട്ട് 2 കൊടുക്കേണ്ടിയിരുന്നു. ഓ, നമ്മുടെ സൗദക്ക് എന്താ കൊടുത്തേ? ലൗക്കത്ത്, പ്രേമലേഖനം. പ്രേമലേഖനം ഒന്നും മിണ്ടാതിരി മാമോ. അനക്കൊന്നും അറിയില്ല കദീശു. ഇജ്ജൊരു പൊടിക്കടങ്ങ്. ഈ പ്രേമലേഖനം എന്നൊക്കെ പറഞ്ഞ വിഷയോണ്. ഇതൊക്കെ തല്ലി തന്നെ തീർക്കണം. മലപ്പുറത്തുനിന്ന് ചെക്കന്മാരെ വിളിക്കട്ടെ. എന്തേ അസ്സലാമലൈക്കും. ചായ കുടിച്ചാ പോരെ, നല്ല അസലടി നാട്ടുകാരിൽ നിന്ന് കിട്ടാണ്ടല്ല. രാവിലെ തമാശ വേണ്ടോ? വായി നോക്കി വയറ് കേടാക്കും. കല്യാണ വീരം വരുന്നുണ്ട്. കൊണ്ടുവരണേ ഒരു ചായ. ഇങ്ങോട്ട് ഉഷാറാക്കിയാലോ? എന്റെ കല്യാണക്കാര്യം ഇക്കങ്ങോട്ട് പറഞ്ഞു. പറഞ്ഞോന്നേ പറയുന്നു. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലേ ശരിയാവൂ.
എന്താ എനിക്കാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങടെ പെങ്ങടെ മോളില്ലേ സൗദ, ഓളെ എനിക്ക് കെട്ടിച്ചേരോ? പണ്ട മോലൊന്നും വേണ്ട, ഒക്കെ ഫ്രീ. നമുക്ക് എന്താടാ പറഞ്ഞേ? നമ്മുടെ പെങ്ങടെ മോളതിലേക്ക് കെട്ടണല്ലേ? നീർക്കാക്കെ ബെടക്കെ കോയാമു പൊടിക്ക് അടങ്ങട്ടാ. ഇരൽക്ക നമ്മളിപ്പോ കഴിച്ചത് ആരെങ്കിലും പറ്റെഴുതിക്കോ. ഇതൊക്കെ സാധാരണയാ. നീ തളരരുത്, ഞാനില്ല എനിക്ക്. നസീർ ആള് ഡീസന്റാ, ഒരു കച്ചറ അവന്റെ അടുത്തില്ല. പണ്ട് പാട്ടായക്കടത്തെ ചേക്കൂക്ക ഫസീലാക്ക് വേണ്ടി ആലോചിച്ചതാ. പക്ഷെ അവനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. നല്ല സ്വത്തും കൊടുക്കാന്ന് പറഞ്ഞു. എന്നാലും അവൻ തയ്യാറായില്ല. ഏതായാലും അന്റെ കാര്യം നടക്കട്ടെ എന്റെ സൗദ മോളെ. അല്ല കോയാമു, നമ്മുടെ സെയ്താലിയുടെ ചെറുക്കൻ മൊല്ലാക്കയുടെ മോളുമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ടില്ല, ശരിയാണോ? അക്കാര്യം പറയാതിരിക്കാനല്ലേ മുല്ലാക്കേന്നാണം കെട്ട് സൈതാലി നാണം കെട്ട്. അവസാനം എന്തായി? ഓനെ പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. അതോ പറയണ്ടില്ലായിരുന്നു. നമ്മളില്ല ഇവിടെ പിന്നെ കൊള്ളലും കൊടുക്കലും ഒക്കെ നമ്മളെ മുഖാന്തരം മതി. എന്നാലേ ഞമ്മക്ക് വരാനുള്ളത് ഞമ്മക്ക് വരണം. അതവിടെ നിക്കട്ടെ. ഞമ്മടെ കല്യാണക്കാരി എന്തായി? കല്യാണം കഴിഞ്ഞിട്ടോടെ ഞമ്മക്കൊന്ന് ഗൾഫിൽ പോവാൻ. അങ്ങനെയാണെങ്കിൽ നീ ജമ്മത്ത് ഗൾഫിൽ പോകൂല. ഞാനില്ല ഇവിടെ. അനക്ക് നല്ല മൊഞ്ചത്തെ ഒരു പെണ്ണ് വേണം. അനക്ക് പറ്റിയ പെണ്ണോ അല്ല, സോമാലിയല്ലോ നോക്കാല്ലത്. നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയി. എനിക്കൊന്നൊരു ചക്കനെ പെണ്ണ് കാണിച്ചു കൊടുക്കാൻ പോവാണ്ട്. കല്യാണ നിശ്ചയം വലുതായി കഴിച്ച് അതിനൊരു കാശ് കളയണ്ട. ചെറിയ തോതില് ആ കാര്യം അങ്ങോട്ട് ഭംഗിയാക്ക. നിക്കാഹ് പള്ളിയിൽ വെച്ച് അതിന് വർക്കത്ത് പോരെയാണല്ലോ. അതെ അതെ അതെ. അല്ല, നിക്കാഹിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. സ്ത്രീധനം അതിപ്പോ എങ്ങനെയാ? എന്റെ മോൾക്ക് ഞാൻ കൊടുത്തത് 1,00,000 രൂപ 75 പവനുമാ. അതെങ്കിലും തിരിച്ചു കിട്ടണ്ടേ? അതിപ്പോ വർഷം 5 കഴിഞ്ഞു. ഓനിപ്പോ ഗൾഫിലാ. ഓന് വിസ കൊടുത്തതേ ഞാനാ. 1,75,000 പവനും മുല്ലാക്കൗണ്ടാവൂല. അതൊരു വലിയ സംഖ്യയല്ലേ? എന്തെങ്കിലും ഒരു വെട്ടുവീഴ്ച നിങ്ങൾ ചെയ്യണം. അതിന്ന് കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. സത്യം പറഞ്ഞാൽ മോളെ കെട്ടിക്കാനായിട്ട് ഞാൻ ഒന്നും കരുതിയിട്ടില്ല. 1,20,000 പവനും കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതും റബ്ബിന്റെ കയ്യില. അങ്ങനെയാണെങ്കിൽ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അതാ നല്ലത്. ചായ. ചായ കുടിക്ക. ഈ ചായക്ക് മധുരയില്ല. തരാലോ. വേണമെന്നില്ല അളിയാ, വാ നമുക്ക് പോവാം. എന്നാ പിന്നെ ഇറങ്ങല്ലേ. ശരി. നിങ്ങൾ ഇടന്നോ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് വരാം. നസീറിന്റെ ബാപ്പ ഇജ്ജൊരു പൊടിക്ക് അടങ്ങട്ടാ. അസ്സലാമു അലൈക്കും. സ്ത്രീധനത്തിന്റെ അളിയാ, ഓം വല്ലാത്ത പഹയം തന്നെ. ഓന്റെ ഒരു ആർത്തിയേ. ഉപ്പ് എന്തിനത്ര കടുംപിടുത്തം പിടിച്ച്? അനക്ക് അങ്ങനെയൊക്കെ പറയാം. അന്റെ പെങ്ങളെ 1,75 കൊടുത്തിട്ടാ ഈ പടിയിറക്കി വിട്ടത്.
അതും 4-5 വർഷം മുമ്പേ. ഹ്. പിന്നെ 3-4 മാസം മുമ്പ് നിന്റെ കടയ്ക്ക് വേണ്ടി ലോൺ എടുത്തതേ, അത് ഇതുവരെ അടച്ചു തീർത്തിട്ടില്ല. ഇതൊക്കെ സ്ത്രീധനത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ മോശമല്ലേ ഉപ്പ? മോശാണെങ്കിലേ ഇജ്ജ് പെണ്ണ് കെട്ടണ്ട. സ്ത്രീധനം വാങ്ങാതെ ഒരു പെണ്ണ് ഈ പടി ചവിട്ടണ്ട. തെറ്റ് തെറ്റുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ലുപ്പ. നമ്മൾ ആ തെറ്റിന്ന് മാറി നിൽക്കാൻ വേണ്ടത്. മറ്റൊരാളുടെ സമ്പത്ത് കൊണ്ട് കല്യാണം കഴിച്ചാ അതിൽ ബർക്കത്തുണ്ടാവല്ലുപ്പ. ജീവിതം ഇന്നും നാളെ മാത്രം പോരല്ലോ. സമ്പത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് മഹർ വാങ്ങിക്കാൻ കഴിയുന്ന കാലത്തേ ഉള്ളൂ ഇനി എന്റെ വിവാഹം. അല്ലാന്ന് എന്തായി കാര്യങ്ങളൊക്കെ? ഈ മാസത്തിൽ തന്നെ വേണോന്ന് പറഞ്ഞ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു. 1.75 അവരുടെ ഡിമാൻഡ്. നമുക്കത് കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ സംസാരിക്കാൻ നിന്നില്ല, അത്രയല്ലേ. നസീർ ഉണ്ടായിരുന്നില്ലേ അവിടെ? എന്ത്? ഓൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓൻ്റെ ഉപ്പയെ വാശി പിടിച്ചത്. മോള് വിഷമിക്കണ്ട, സാരില്ല, എല്ലാം ശരിയാവും. ഓനല്ലെങ്കിൽ മറ്റൊരാൾ നടക്കണ്ടാവും. എല്ലാം അള്ളാന്റെ പരീക്ഷയാണ് മോളെ. ക്ഷമിക്കാനും പൊറുക്കാനും കഴിവുള്ളവനല്ലേ മനുഷ്യൻ, അല്ലാത്തവൻ മനുഷ്യനല്ലല്ലോ. എല്ലാം മറന്നേക്കും മോളെ, സാരില്ല.